അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഇന്നത്തെ ചോദ്യം ഉളുഹിയ്യത്ത് അറവ് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മഹാന്മാരാകുന്ന ഫുഖഹാക്കൾ സവിസ്തരം ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, മൃഗത്തെ ഖിബിലയിലേക്ക് തിരിക്കുക. പിന്നെ അറക്കുന്നവൻ ഖിബിലയിലേക്ക് മുന്നിടുക. അറവ് സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ബിസ്മിയുടെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. ബിസ്മിയുടെ മുമ്പും ശേഷവും 3 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക. ഉളുഹിയ്യത്ത് സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തൽ സുന്നത്താണ്. അതോടൊപ്പം തന്നെ മൃഗം കാണാത്ത വിധം കത്തിയുടെ മൂർച്ച കൂട്ടുക. ഒന്നിലധികം മൃഗങ്ങൾ അറുക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് നിന്ന് അറുക്കുന്നുണ്ടെങ്കിൽ മൃഗങ്ങൾ പരസ്പരം കാണാത്ത നിലയിൽ അറവിനു സ്ഥലം സജ്ജമാക്കുക. ആടിനെയും മാടിനെയും അറുക്കുമ്പോൾ ഇടതുഭാഗത്തിൻ്റെ മേൽ ചെരിച്ചു കിടത്തുക. കിബിലയിലേക്ക് വരുന്ന രൂപത്തിൽ ഇടതുഭാഗത്തിൻ്റെ മേൽ ചെരിച്ചു കിടത്തുക. അതോടൊപ്പം തന്നെ വലത്തെ കാൽ ഒഴിച്ച് ബാക്കിയുള്ള കാലുകൾ തമ്മിൽ കെട്ടുക. വലത്തെ കാൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള കാലുകളും കൈകളും കൂട്ടിയിട്ട് തമ്മിൽ കെട്ടുക. ഇവയൊക്കെ സുന്നത്തുകളാണെന്ന് മഹാന്മാരാകുന്ന ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ മാസം കണ്ടത് മുതൽ, ദുൽഹിജ്ജ 1 മുതൽ ഈ അറവ് നടത്തുന്നവരെ നഖം, മുടി, രക്തം, എത്രത്തോളം ഇമാമുകൾ പല്ലുകൾ വരെ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ്. നീക്കം ചെയ്യൽ കറാഹത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ ശരീരത്തിലെ നഖം, മുടി, രക്തമടക്കമുള്ള എല്ലാ ഭാഗങ്ങളും ഈ ഉളുഹിയ്യത്തിൻ്റെ പ്രത്യേകമായ പ്രതിഫലം, അതിൻ്റെ മഗ്ഫിറത്ത് എല്ലാ ഭാഗങ്ങൾക്കും ലഭിക്കാൻ വേണ്ടിയാണ് എന്ന് ഇതിൻ്റെ ഹിക്മത്തായി മഹാന്മാരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത്തരം സുന്നത്തുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. അല്ലാഹു അതൊക്കെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.